നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. ക്രിസ്തുവിന്റെ അന്ത്യത്താഴ സ്മരണയിൽ ക്രൈസ്തവർ പെസഹ വ്യാഴം ആചരിക്കാനൊരുങ്ങുന്നു. യേശുക്രിസ്തു ശിഷ്യന്മാർക്കൊപ്പം നടത്തിയ അവസാനത്തെ അത്താഴത്തിന്റെ സ്മരണ പുതുക്കിയാണ് ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ പെസഹ വ്യാഴം ആചരിക്കുന്നത്. പെസഹ ആചരണത്തിന്റെ ഭാഗമായി ദേവാലയങ്ങളിൽ ദിവ്യബലിയും അനുബന്ധ ചടങ്ങുകളും നടക്കും. അന്ത്യാത്താഴത്തിന് മുൻപായി ക്രിസ്തു തന്റെ ശിഷ്യന്മാരുടെ കാൽ കഴുകി ചുംബിച്ചതിന്റെ ഓർമ്മയിൽ ദേവാലയങ്ങളിൽ കാൽ കഴുകൽ ശുശ്രൂഷയും ആരാധനയും നടക്കും. ചടങ്ങുകൾ അർദ്ധരാത്രി വരെ നീളും. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും വിശുദ്ധ വാരാചരണം പെസഹ വ്യാഴത്തോടെ തീവ്രമാകും. ക്രിസ്തുദേവൻ തന്റെ കുരിശുമരണത്തിനു മുമ്പ് 12 ശിഷ്യന്മാർക്കുമൊപ്പം അന്ത്യ അത്താഴം കഴിച്ചതിന്റെ ഓർമ്മയിലാണ് പെസഹ ആചരിക്കുന്നത്. അന്ത്യ അത്താഴവേളയിൽ അപ്പവും വീഞ്ഞും പകുത്തു നൽകി യേശു വിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസം കൂടിയാണ് പെസഹ. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ യേശുവിന്റെ കഷ്ടാനുഭവവും മരണവും ഉയിർത്തെഴുന്നേൽപ്പും വിശ്വാസികൾ പ്രാർത്ഥനാപൂർവ്വം സ്മരിക്കും. കേരളം പോളിംഗ് ബൂത്തിലെത്താൻ ഇനി 8 നാൾ. LDF സ്ഥാനാർത്ഥി AC മൊയ്തീൻ കുന്നംകുളം മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ കേരളത്തിന് മാതൃകയാണെന്നും അതിദാരിദ്ര്യം ഇല്ലാതാക്കിയതുപോലെ 3ാം LDF സർക്കാർ ദാരിദ്ര്യവും ഇല്ലാതാക്കുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. LDF എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച തിരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നമ്മൾ മനസ്സിലാക്കണം, കളവ് പറയുമ്പോൾ VD സതീശനെ പോലുള്ള ആളുകൾ ഇതിനിടെ പറഞ്ഞത് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ ഭാഗമായി ദുരന്തമനുഭവിച്ചവർക്ക് വീടുണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് പണം പിരിച്ചു. ഇവിടെ ആ പണം കോടാനുകോടി ഉറുപ്പിക പിരിച്ചു. കാണാനില്ല, അവരുടെ അക്കൗണ്ടിലില്ല. അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഇപ്രാവശ്യത്തെ നിയമസഭാ മത്സരത്തിന്റെ ഭാഗമായിട്ട് സമർപ്പിച്ച സ്റ്റേറ്റ്മെന്റിൽ ഇത് ഓണം. ഞങ്ങൾ രണ്ടാളുടെയും അക്കൗണ്ടിലുണ്ടെന്നാണ് അവർ പരസ്യമായി പറഞ്ഞത്. ഒന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അവിടെ മത്സരിക്കുകയാണ്, പേരാവൂരിൽ. അവിടെ പറഞ്ഞിട്ടില്ല. പറവൂർ മത്സരിക്കുകയാണ് VD സതീശൻ, അവിടെയും പറഞ്ഞിട്ടില്ല. അപ്പൊ പണം ഇവിടെ പോയി. LDF സർക്കാർ രൂപീകരിച്ച കിഫ്ബിയാണ് കേരളത്തിന്റെ വികസന കുതിപ്പിന് കാരണം. നാഷണൽ ഹൈവേ നിർമ്മാണത്തിന് 11,160 കോടി രൂപ കേരളം നൽകി. ഇതിനെ UDF ഉപനേതാവ് കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളിലൂടെ അഭിനന്ദിച്ചു. റോഡ്, സ്കൂൾ, ആശുപത്രി കെട്ടിടങ്ങൾ ഉൾപ്പെടെയുള്ള അടിസ്ഥാന വികസനങ്ങൾക്ക് 1,10,000 കോടി രൂപയാണ് ചെലവഴിച്ചത്. കിഫ്ബിയെയും വികസന പ്രവർത്തനങ്ങളെയും തകർക്കുവാനാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനും കോൺഗ്രസും ശ്രമിച്ചത്. വയനാട്ടിലെ ആദിവാസി മേഖലകളിൽ ഉൾപ്പെടെയുള്ളവർക്ക് പ്രയോജനകരമാകുന്ന ഇരട്ട തുരങ്കപാത നിർമ്മാണവും തടസ്സപ്പെടുത്താൻ പ്രതിപക്ഷ നേതാവ് ശ്രമിച്ചു. വയനാട്ടിലെ ദുരന്തബാധിതർക്ക് വീട് നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞ് കോടികൾ പിരിച്ച് വീട് നൽകാതെ പാവങ്ങളെ പറ്റിച്ചു. VD സതീശനും രാഹുൽ ഗാന്ധിയും നുണ പറയുന്നവർ മാത്രമായി മാറിയിരിക്കുകയാണ്. സ്വർണം കട്ടവരെ സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിച്ചത് AICC നേതാവ് KC വേണുഗോപാലാണ്. സ്വർണം കട്ടത് ആരാണെന്ന് രാഹുൽ ഗാന്ധി വീട്ടിൽ പോയി ചോദിക്കണം. കളവ് നടത്തിയവരെ CPM-ഉം LDF-ഉം സംരക്ഷിക്കില്ല. LDF വിശ്വാസികൾക്കൊപ്പമാണെന്നും ക്രിസ്തീയ സഭകളുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ബില്ലിനെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും എതിർക്കുന്നില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. മങ്ങാട് നടന്ന പൊതുയോഗത്തിന് CPI ലോക്കൽ സെക്രട്ടറി TK മനോജ് കുമാർ അധ്യക്ഷനായി. LDF സ്ഥാനാർത്ഥി AC മൊയ്തീൻ, CPIM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, പ്രേംരാജ് ചൂണ്ടലാത്ത്, M ബാലാജി, MN സത്യൻ, KD ബാഹുലയൻ മാസ്റ്റർ, S ബസന്ത്ലാൽ, KM അഷ്റഫ്, MS സിദ്ധൻ തുടങ്ങിയവർ സംസാരിച്ചു. LDF വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ റാലി നെല്ലുവായ് സെന്ററിൽ നിന്നും ഈസ്റ്റ് കമ്മിറ്റിയുടെ റാലി കുണ്ടന്നൂരിൽ നിന്നും ആരംഭിച്ചു. വാദ്യമേളങ്ങളും നാടൻ കലാരൂപങ്ങളും റാലിയിലുണ്ടായിരുന്നു. കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ പോളിംഗ് ഉദ്യോഗസ്ഥർക്കായുള്ള 2ാം ഘട്ട പരിശീലനം ചാവക്കാട് MRRM ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചു. മാർച്ച് 31 മുതൽ ഏപ്രിൽ 4 വരെയാണ് പരിശീലനം നടത്തുന്നത്. ജില്ലാതല മാസ്റ്റർ ട്രെയിനർ PV ഫൈസൽ, അസംബ്ലി മാസ്റ്റർ ട്രെയിനർമാരായ TK അനിൽകുമാർ, RK ജാസ്മിൻ, S നിമി, TB രേഷ്മ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശീലനം.
EVM യന്ത്ര സംവിധാനങ്ങളുടെ പരിശീലനം നൽകുന്നത് റിട്ടേണിംഗ് ഓഫീസറുടെ ടീം അംഗങ്ങളാണ്. റിട്ടേണിംഗ് ഓഫീസർ S. ഷീബ, തഹസീൽദാർ TR സംഗീത്, ഇലക്ഷൻ ഡെപ്യൂട്ടി തഹസീൽദാർ KR സൂരജ് എന്നിവരാണ് പരിശീലനം നൽകുന്നത്. വോട്ടർ ഫെസിലിറ്റേഷൻ, പോസ്റ്റൽ വോട്ടിംഗ് സെന്റർ എന്നിവ പരിശീലന കേന്ദ്രത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. പ്രിസൈഡിംഗ് ഓഫീസർ, ഫസ്റ്റ് പോളിംഗ് ഓഫീസർ, സെക്കൻഡ് പോളിംഗ് ഓഫീസർ, തേർഡ് പോളിംഗ് ഓഫീസർ എന്നിവരുൾപ്പെടെ 716 പേർക്കാണ് രണ്ടാം ഘട്ടത്തിൽ പരിശീലനം നൽകുന്നത്. ചാവക്കാട് നഗരത്തിൽ BJP സ്ഥാനാർത്ഥി B. ഗോപാലകൃഷ്ണന്റെ വിവാദ ഫ്ലക്സ് ബോർഡ് 1977 മുതൽ ഗുരുവായൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച MLA-മാരുടെ പേരുകൾ പ്രദർശിപ്പിച്ചുള്ള ഫ്ലക്സ് ബോർഡാണ് സ്ഥാപിച്ചിട്ടുള്ളത്. നിങ്ങൾ കാണുന്നില്ലേ ഈ അവഗണന, 50 വർഷത്തെ അവഗണന മാറണം എന്ന വാചകം എഴുതിയാണ് ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചിട്ടുള്ളത്. നേരത്തെ B. ഗോപാലകൃഷ്ണൻ നടത്തിയ പ്രസ്താവന ഏറെ വിവാദമുണ്ടാക്കിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഗോപാലകൃഷ്ണനെതിരെ കേസെടുത്തിരുന്നു. ക്ഷാമത്തിനിടെ വാണിജ്യ LPG വില കുത്തനെ കൂട്ടി കമ്പനികൾ. 19 കിലോ സിലിണ്ടറിന് 195 രൂപ 50 പൈസയാണ് കൂട്ടിയത്. വിലവർധന പ്രാബല്യത്തിൽ വന്നു. കടുത്ത പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഹോട്ടൽ മേഖലയ്ക്ക് ഇരുട്ടടിയാണിത്. കേരളത്തിലെ പുതിയ വില 2092 രൂപയാണ്. അതേസമയം ഗാർഹികാവശ്യത്തിനുള്ള സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. 5 കിലോയുടെ മിനി സിലിണ്ടറുകൾക്ക് 51 രൂപയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യൻ യുദ്ധം ആഗോള ഇന്ധന വിപണിയെ ഉലയ്ക്കുന്നതിനിടെയാണ് ഈ വർധന. അന്താരാഷ്ട്ര വിപണിയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് എല്ലാ മാസവും 1-ാം തീയതിയാണ് എണ്ണക്കമ്പനികൾ വില പുനർനിർണ്ണയിക്കുന്നത്. ഹോട്ടലുകൾ, മറ്റ് വ്യവസായ സ്ഥാപനങ്ങൾ എന്നിവയെ LPG ക്ഷാമത്തിനൊപ്പം വിലക്കയറ്റം കടുത്ത പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന സ്ഥിതിയാണ്. അതേസമയം ഗാർഹിക ഉപഭോക്താക്കൾക്ക് നിലവിൽ വിലവർധനയില്ല. CCTVയുടെ ചാലുശ്ശേരി മുക്കുട്ട ന്യൂ ഫ്രണ്ട്സ് കേബിൾ നെറ്റ്വർക്ക് ഉടമ KM സുബേറിന്റെ പിതാവ് ചങ്ങരംകുളം മുതുക്കാട് കോന്തത്തു വീട്ടിൽ മുഹമ്മദ് അലി നിര്യാതനായി. 79 വയസ്സായിരുന്നു. ഖബറടക്കം മുതുക്കാട് പള്ളി ഖബർസ്ഥാനിൽ നടത്തി. മറിയക്കുട്ടിയുമ്മ ഭാര്യയും മുസ്തഫ, സൈഫുദ്ദീൻ, ഷെഫീഖ്, സുബൈർ, സബീറ, ഹക്കീം, സിദ്ദീഖ് എന്നിവർ മക്കളുമാണ്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,885 രൂപ. സ്വർണം പവന് 1,11,080 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 255 രൂപ. ചരമം. കുറുക്കൻപാറ ചോഴിയാട്ടിൽ കേശവൻ നിര്യാതനായി. 90 വയസ്സായിരുന്നു. സംസ്കാരം ഇന്നുച്ചയ്ക്ക് 2 മണിക്ക് കുന്നംകുളം നഗരസഭ ക്രിമിറ്റോറിയത്തിൽ നടത്തും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.